മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബങ്ങളിലേക്ക് ഈശോയുടെ വലിയ സ്നേഹവും കരുണയും കവിഞ്ഞൊഴുകുന്ന നേഴ്സസ് ടൈമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാളുടെ വ്യക്തി ജീവിതത്തിലും സ്വഭാവത്തിലും അയാളുടെ കുടുംബത്തിന് വളരെയേറെ പ്രാധാന്യമാണുള്ളത്. തിരുവചനത്തിലൂടെ നാം ഇപ്രകാരം ശ്രവിക്കുന്നു: ബാലനെ നടക്കേണ്ടുന്ന വഴി ശൈശവത്തിലെ അവനെ അഭ്യസിപ്പിക്കുക, വാർദ്ധക്യത്തിലും അവൻ അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമുക്ക് ലഭിച്ച വിശ്വാസവും പ്രാർത്ഥനയും ഉള്ളതുകൊണ്ട് തന്നെയാണ് നാം ഇപ്പോഴും മുന്നേറുന്നത്. എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ പ്രാർത്ഥനയും പങ്കുവെക്കലും നഷ്ടമാകാവുന്ന സാഹചര്യത്തിലും നമ്മുടെ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. പ്രൈസ് ദി ലോർഡ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു: ഞാനിന്ന് കൽപ്പിക്കുന്ന എൻ്റെ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എണീക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. തിരക്കേറിയ ഈ പ്രവാസ ജീവിതത്തിലും ഈശോയ്ക്കായി സമയം മാറ്റിവെച്ച് ശുശ്രൂഷ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു നേഴ്സിനെയും കുടുംബത്തെയും നമുക്കിന്ന് പരിചയപ്പെടാം. ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സൺസി ജോമോൻ. ഞാൻ ബഹറിനിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ജീവിത പങ്കാളി ജോമോൻ. ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ദാനമായി ദൈവം നൽകിയ 3 കുഞ്ഞുമക്കൾ. എൻ്റെ പേര് ജെസിക്ക. ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എൻ്റെ പേര് അൽഫോൻസ. ഞാൻ 1st സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എൻ്റെ പേര് റാഫേൽ എത്ന. LKG യുയിൽ പഠിക്കുന്നു. നാട്ടിലെവിടെയാണ്? ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂർ വിശുദ്ധ റഫേൽ മാലാഖയിൽ തീർത്ഥാടന കേന്ദ്രം വളരെ അടുത്തതാണ്. എത്ര വർഷമായി ഈ ബഹ്റിനിലേക്ക് കടന്നു വന്നിട്ട്? ഞാൻ വന്നിട്ട് 19 വർഷമായി. സൻസി വന്നിട്ട് 11 കൊല്ലം. ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ലേ സൻസിക്ക് ഈ ഒരു പ്രാർത്ഥനാശീലം കുഞ്ഞുനാളിലെ മുതലേ ഉണ്ടായിരുന്നോ, അതോ എന്തെങ്കിലും ഒരു നവീകരണ അനുഭവത്തിലൂടെയാണോ കിട്ടിയത്? ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ചെറുതിലേ തന്നെ ഞാൻ ജപമാല ഒത്തിരി ചൊല്ലുമായിരുന്നു. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ചെറുതിലേ ഉണ്ടായിരുന്നു. ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രശ്നത്തിലെല്ലാം പരിഹാരം ലഭിക്കുമെന്നുള്ള ഒരു വലിയ ബോധ്യം കുഞ്ഞുനാളിലെ അമ്മച്ചിയിൽ നിന്ന് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കുവാനും മതബോധന ക്ലാസ്സുകൾ അവിടെ പഠിപ്പിക്കുവാനും, അതുപോലെ CLC, ജീസസ് യൂത്ത്, കൊയർ, അങ്ങനെ എല്ലാ സംഘടനകളും ചേർന്ന് പ്രവർത്തിക്കാൻ ചെറുതിലേ തന്നെ ദൈവം അനുഗ്രഹിച്ചെന്ന് ഈ സമയങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ജോമോനും സൻസിയെ പോലെ തന്നെ ചെറുപ്പം മുതലേ ഈശോയോട് ചേർന്നിട്ടുള്ള ഒരു ജീവിതമായിരുന്നോ? അതെ, തീർച്ചയായും. വളരെ ചെറുതിലെ തന്നെ സ്ഥിരമായി ദേവാലയത്തിൽ പോകണം. അത് വീട്ടിലൊരു കണിശയായിട്ട് പറഞ്ഞിരുന്ന മാതാപിതാക്കൾ പറഞ്ഞിരുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം വെച്ചാൽ സ്ഥിരം എല്ലാ ദിവസവും കുർബാന കൈക്കൊള്ളണം എന്നുള്ളതിൽ കുർബാന പോകണം എന്ന് തന്നെയാണ്. അത് കുറച്ച് മുതിർന്നപ്പോൾ നമ്മൾ ഓൾട്ടർ ബോയ്സിലൂടെയും പിന്നെ അത് കഴിഞ്ഞ് ഗായക സംഘം, പിന്നെ ജീസസ് യൂത്തിൽ വന്ന പിന്നെയാണ് ഒരു നവീകരണ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. സൻസി എങ്ങനെയാണ് ഈ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നത്? അതുപോലെ തന്നെ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നതിന് ശേഷം സൻസിയുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ജോലി മേഖലകളിലും ഒക്കെ വന്ന മാറ്റങ്ങൾ ഒന്ന് പറയാമോ? പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഈ നേഴ്സസ് മിനിസ്ട്രിയിൽ ഇവിടെ ബഹ്റിനിൽ ആരംഭിച്ച അന്ന് മുതൽ ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്.
അതിൽ സജീവമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിച്ച സമയങ്ങളിലെല്ലാം ദൈവം വളരെ ക്രമീകരിച്ചു തന്ന ജോലി മേഖലയിലാണെങ്കിലും ക്രമീകരണങ്ങൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. നഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒത്തിരി മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥ പ്രാർത്ഥന അവർക്ക് വേണ്ടി അവരുടെ നിയോഗങ്ങൾ സ്വന്തം നിയോഗങ്ങളായിട്ടെടുത്ത് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കുന്നു. വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിൽ ഒത്തിരി സമയം ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ദിവ്യകാരുണ്യ ആരാധനയിൽ എല്ലാ ബുധനാഴ്ചകളിലും മറ്റു നഴ്സസ് സഹോദരങ്ങളോടൊപ്പമായിരുന്നുകൊണ്ട് 1 മണിക്കൂർ സമയം ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലിരുന്ന് ഏതെല്ലാം നിയോഗങ്ങൾക്ക് വേണ്ടി മറ്റു മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു, അതിന്മേലെല്ലാം ദൈവത്തിൻ്റെ വലിയൊരു കരുണ, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ലഭിച്ച ഒത്തിരിയേറെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പരസ്പരം പ്രാർത്ഥിച്ച് മുന്നേറുവാനുള്ള വലിയൊരു കൃപ നഴ്സസിന് വേണ്ടി, വേദനിക്കുന്ന നഴ്സസിന് വേണ്ടി, അതുപോലെ കണ്ടുമുട്ടുന്ന രോഗികളിലേക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാനായിട്ടും അവർക്ക് വേണ്ടി സ്നേഹപൂർവ്വം സേവനം ചെയ്യുവാൻ ഇതൊരു വിളിയാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം ഈശോ നൽകി അനുഗ്രഹിച്ചു. മുൻപൊക്കെ ജോലി കരുണയോടുകൂടെ പെരുമാറുമായിരുന്നുവെങ്കിലും ഈശോയോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി അവിടുത്തെ കരങ്ങളും കാലുകളും കാതുകളും കൈകളും എല്ലാമായി വർത്തിക്കുവാനായിട്ട് ഈ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഈശോ അനുഗ്രഹിച്ചു. അത് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമായി നന്ദിയോടെ ഞാൻ ഈ സമയങ്ങളിൽ ഓർക്കുന്നു. നഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നതിന് ശേഷം സൺസിയുടെ ജീവിതത്തിൽ ഈശോ നൽകിയൊരു സൗഖ്യം, ആ സൗഖ്യാനുഭവം ഞങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും. സങ്കീർത്തനം 127 3 വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനമാണെന്ന്. ഞങ്ങൾക്ക് ദാനമായി അവിടുന്ന് 3 കുഞ്ഞു മക്കളെ നൽകി അനുഗ്രഹിച്ചു. വീണ്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഒത്തിരിയേറെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വീണ്ടും കുഞ്ഞുങ്ങൾക്കായി ആഗ്രഹിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ ഞങ്ങൾ സമയം കണ്ടെത്തിയിരുന്നു. ഈ സമയങ്ങളിലാണ് 2014 എനിക്ക് പെട്ടെന്ന് ഒരു ഹെവി ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിനകത്തൊരു ഗ്രോത്ത് ഉണ്ട്, ഹിസ്റ്റക്ടമി ചെയ്യണം, അതായത് എൻ്റെ യൂട്രസ് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷേ അന്നേരങ്ങളിലൊന്നും ആ ഒരു ഓപ്പറേഷനെ പറ്റി ഒരു ഭയം ദൈവം എനിക്ക് നൽകിയില്ല. കാരണം ഞങ്ങൾ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിൽ വിശ്വസിച്ചിരുന്നു. കർത്താവിൽ വിശ്വസിച്ചാൽ അവിടുന്ന് കൈവിടില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ 2013 ഞാൻ ജീവിത പങ്കാളിയും ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു. അവിടെ കർത്താവിൻ്റെ അഭിഷേകത്തിലൂടെ ഞങ്ങൾക്കൊരു മെസ്സേജ് ലഭിച്ചിരുന്നു: വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം കുഞ്ഞുങ്ങളെ ദാനമായി നൽകുമെന്ന്. ആ ഒരു വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഇവിടെ നിന്ന് നാട്ടിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് വീണ്ടും ഒരു സ്കാനിങ്. അതിനു മുൻപ് തന്നെ ഒത്തിരി മക്കളുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് നഴ്സസ് മിനിസ്ട്രിയിലെ ഒത്തിരി അംഗങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ലഭിച്ചു. നഴ്സസ് മിനിസ്ട്രിയിലെയും ഫാമിലി സെൽ, അങ്ങനെ ആത്മീയ സുഹൃത്തുക്കളുടെ ഒരുപാട് പ്രാർത്ഥനകൾ, ഒത്തിരി പേരുടെ പ്രാർത്ഥനകൾ ഒന്നായി ദൈവസന്നിധിയിലേക്ക് ഉയർന്നപ്പോൾ ദൈവത്തിൻ്റെ കരുണ വളരെ ശക്തമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. അവിടെ ചെന്ന് ഒരു സ്കാനിങ് കൂടെ കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഒരു ഹിസ്റ്റക്ടമിയുടെ ആവശ്യം എന്ത് തന്നെയായാലും ഇല്ല, നമുക്കൊരു ചെറിയ DNC വഴി നിങ്ങളുടെ ഈ അവസ്ഥയിൽ നമുക്ക് മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ DNCക്ക് വേണ്ടി എന്നെ പോസ്റ്റ് ചെയ്തു. ഞാൻ ആ ഒരു പ്രൊസീജിയറിലൂടെ കടന്നുപോയി. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ അന്നും എനിക്ക് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ യാചിച്ചാൽ ഒരിക്കലും കൈവിടില്ല, അമ്മ ഈശോയുടെ സന്നിധിയിൽ പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ എന്ത് തന്നെയായാലും നടത്തി തരും എന്നുള്ള വലിയ ബോധ്യമുണ്ടായിരുന്നു. ജപമാല കൈകളിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സർജറിയുടെ ആ റൂമിലേക്ക് കടന്നുപോയത്. സർജറി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വലിയൊരു മിറാക്കിളായിരുന്നു എന്ന് പറഞ്ഞു. കാരണം നിങ്ങളുടെ യൂട്രസിനകത്ത് വലിയൊരു ഗ്രോത്തിൻ്റെ റൂട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഹെവി ബ്ലീഡിങ്ങിലൂടെ ആ ഒരു ഗ്രോത്ത് അത് മുഴുവനും കൊഴിഞ്ഞു പോയതായിരിക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു. എനിവേ വളരെ സന്തോഷത്തോടെയാണ് ഡോക്ടർ പറഞ്ഞു ഇനിയൊന്നും പേടിക്കാനില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതെല്ലാം ദൈവത്തിന് വലിയ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം, ദൈവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. ഇന്ന് ഞാൻ 8 മാസം ഗർഭിണിയാണ്. ഞങ്ങളുടെ 4ാമത്തെ കുഞ്ഞിനെ ദൈവം അനുഗ്രഹമായി വീണ്ടും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തന്ന ആ സന്തോഷത്തിലാണ് ഞങ്ങളിന്ന്. തോബിത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: നിങ്ങൾ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും ദൈവത്തിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധരായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും, നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ലെന്ന്. ശരിക്കും എത്ര ഭംഗിയായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം അന്വർത്ഥമായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയ്ക്ക് വളരെയധികം സ്വാധീനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ ദൈവസ്നേഹത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നത്? വേദപാഠത്തിന് വിടുന്നു, അതുപോലെ ക്രിസ്ത്യൻ മിനിസ്ട്രിയിലേക്ക് നമ്മൾ പിള്ളേരെ വിടുന്നു.
അതേപോലെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയാണെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അവരെ ഇപ്പോൾ സൺസീഡ് ഡ്യൂട്ടിയിലാണെങ്കിൽ തന്നെ ഞങ്ങൾ 4 പേര് ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന ചെല്ലുന്നു. അപ്പോൾ മക്കളത് കണ്ടു തന്നെയാണ് വളരുന്നത്. അതുപോലെ ഞങ്ങൾ വാഹനത്തിൽ പോകുമ്പോഴാണെങ്കിലും തന്നെ എപ്പോഴും കൊന്ത ചെല്ലും. അതുപോലെ ആദ്യം തന്നെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. വാഹനം പോകുമ്പോൾ തന്നെ അതിന് കൊന്ത ചെല്ലും. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഭക്തിഗാനമാണ് കൂടുതലും യൂസ് ചെയ്യുക വണ്ടിയിൽ. അപ്പോൾ ഭക്തിഗാനം കേട്ട് അങ്ങനെ പോകും. അപ്പോൾ പിള്ളേർ അതിലൂടെ അങ്ങനെ വളർന്നു വരുന്നു. പിന്നെ പ്രത്യേകമായിട്ട് അവർക്ക് വചനം പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ചില വചനങ്ങൾ അവരിൽ ഭയത്തിൻ്റെ ഇതൊക്കെ വരുന്ന സമയങ്ങളിൽ ചില വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് പറയും. അത് കുഞ്ഞുങ്ങൾ കാണാതെ പഠിച്ച്, സങ്കീർത്തനങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ കാണാതെ പഠിക്കാനായിട്ട് എപ്പോഴും അവർ ശ്രമിച്ചിട്ടുണ്ട്. അവർക്കത് അറിയാം. പിന്നെ പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങൾ. അതൊരു വലിയ സംരക്ഷണമായിട്ട് അവർക്കും അറിയാം. എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുൻപും ഉറങ്ങാൻ പോകുന്നതിന് മുൻപും പരിശുദ്ധമ്മയുടെ ജപമാല അവരുടെ കരങ്ങളിൽ വെച്ച്, തലയിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച് ഹന്നാൻ വെള്ളം കൊണ്ട് നെറ്റിയിൽ കുരിശടയാളം ഇട്ടതിന് ശേഷമേ പുറത്തിറങ്ങാറുള്ളൂ. ഇതെല്ലാം വലിയ സംരക്ഷണമായിട്ട് അവർക്കറിയാം. പിന്നെ ഒത്തിരി നേരം ടി വിയുടെ മുൻപിൽ കാർട്ടൂൺ കാണാനായിട്ട് ചിലവഴിക്കാനായിട്ട് ഞങ്ങൾ ചെറുതിലെ അവരെ സമ്മതിക്കാറില്ല. പ്രത്യേകിച്ച് വിശുദ്ധരുടെ CD-കൾ, ദൈവവചനം, ശാലോം പ്രസിദ്ധീകരണം, ശാലോം TV അങ്ങനെയെല്ലാം വെച്ച് കൊടുത്തുകൊണ്ട് ഇപ്പോൾ അവർക്കും അതിനോടൊരു അത് വയ്ക്കുന്നത് കൊണ്ട് അവർക്കൊരു സന്തോഷമാണ്. അവരൊരിക്കലും അതിനൊരു പരാതി പറയുന്നില്ല. അവർ അത് കാണാനായിട്ട് ഇരുന്ന് കാണുവാനായിട്ട് അവർ കുഴപ്പമൊന്നും ഇപ്പോൾ പറയാറില്ല. അവർ വളരെ സന്തോഷത്തിൽ ഉറങ്ങാൻ പോകുമ്പോൾ നേരത്തെ സൺസി പറഞ്ഞ പോലെ സൺസി ഇപ്പോൾ ഈവനിങ് ഡ്യൂട്ടിയിലാണെങ്കിൽ ഒരു പിള്ളേർ തന്നെ എന്നോട് വന്ന് പറയും, അമ്മ വരുമ്പോൾ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഓർമ്മിപ്പിച്ചോളൂ എന്ന് പറയും. അപ്പോൾ അവർക്ക് തന്നെ അതൊരു ആവശ്യമാണെന്നുള്ളത് അവർക്ക് തന്നെ അത് മനസ്സിലായി. അപ്പോൾ അത് അവരെ എപ്പോഴും ഇനിയിപ്പോൾ 3 പേരും മാറി മാറി വന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർക്കത് സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോഴാണെങ്കിലും വലിയൊരു സംരക്ഷണം ഈശോയുടെ തിരുരക്തം കൊണ്ട് അവരെ മുദ്രയിട്ട് പരിശുദ്ധമ്മയുടെ നീല കാപ്പയിൽ അവരെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സംരക്ഷണം ചോദിച്ച് നെറ്റിയിൽ കുരിശടയാളം വരച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നത്. മോൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാമോ? ഉണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. മോൾ എങ്ങനെയാണ് ഈ പ്രാർത്ഥനകളെല്ലാം പഠിച്ചത്? ആരെങ്കിലും മോളെ പഠിപ്പിച്ചോ അതോ മോൾ തന്നെ പഠിച്ചോ? ഇല്ല, ഞാൻ അങ്ങനെ ഇരുന്ന് പഠിപ്പിച്ചതല്ല, ഇരുത്തി പഠിപ്പിച്ചതല്ല. ഞാൻ തന്നെ അപ്പയും അമ്മയും പറയണത് കേട്ടിട്ട് അവർ ചൊല്ലണത് കേട്ടിട്ട് ചെറുപ്പത്തിൽ പ്രാർത്ഥന ചൊല്ലുമ്പോൾ കേട്ട് പഠിച്ചതാണ്. ഇപ്പം ഞങ്ങൾക്കും ചൊല്ലണ സമയത്ത് ഇവരും കേട്ട് ചൊല്ലാറുണ്ട്. മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഏതാ? അതൊന്ന് പറയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശ്വാസപ്രമാണം എന്ന പ്രാർത്ഥനയാണ്, പിന്നെ ജപമാല. ലോകമെമ്പാടും നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ശാലോം പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? ആദ്യമായിട്ട് ഈശോയുടെ ഒരു വചനമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ തിരുവചനം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നമ്മുടെ സമയമായാലും കഴിവായാലും ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും അതെല്ലാം നമ്മൾ ഈശോയ്ക്ക് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഈശോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും ഈശോയോട് കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഈശോ എപ്പോഴും നമ്മോട് കൂടെ ചേർന്ന് നിൽക്കുകയും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളിലേക്കും നമ്മെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഈശോയും പരിശുദ്ധ അമ്മയും ചേർന്ന് നമ്മെ കാക്കുമെന്നുള്ളൊരു വിശ്വാസം അത് ഈ നിമിഷങ്ങളിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ വിളിച്ച ഈ ഒരു വിളി, ഈ നഴ്സിംഗ് എന്നൊരു പ്രൊഫഷൻ മാത്രമായിട്ട് ഒരു കാണാതെ, ഒരു പണമുണ്ടാക്കുന്നൊരു ഇത് മാത്രമായിട്ട് കാണാതെ ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ കരങ്ങളും കാലുകളും ആയിട്ട് സൗഖ്യ ശുശ്രൂഷയിൽ ഈശോയ്ക്ക് വേണ്ടി മറ്റുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനായിട്ട് നമ്മൾ ഈ വിളിച്ചവൻ്റെ വിളിക്ക് അനുസൃതമായിട്ട് നമ്മൾ ജീവിക്കുവാനായിട്ട് ഒരുങ്ങണം. പിന്നീട് എപ്പോഴും പ്രാർത്ഥിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ദൈവം ദാനമായി നൽകിയ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ, ദൈവസ്നേഹത്തിൽ, വചനത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കണമെന്നാണ് പറയാനുള്ളത്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: വാക്കിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ മറ്റുള്ളവർക്ക് മാതൃകയാവുക. തിരക്കേറിയ ഈ ജീവിതത്തിലും ഈശോയ്ക്കായി സമയം മാറ്റിവെച്ച് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പൂർണ്ണമായും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കുടുംബത്തെയാണ് നാം ഇന്ന് പരിചയപ്പെട്ടത്. ദൈവം ഇനിയും ഇവരുടെ കുടുംബജീവിതത്തിലും ശുശ്രൂഷാ ജീവിതത്തിലും
ധാരാളം അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുഹിതമനുസരിച്ച് മുന്നേറുന്ന ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോ ഇനിയും ധാരാളമായി ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട വർഗീസ് കോട്ടുകാപ്പള്ളി അച്ഛൻ നഴ്സുമാരോട് സംസാരിക്കുന്നത് ശ്രവിക്കാം. ക്രിസ്തുവിൽ പ്രിയപ്പെട്ട നഴ്സുമാരെ, ഇന്നത്തെ വചന വിചിന്തനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിലെ 5 മുതലുള്ള വാക്യങ്ങളാണ്. നമുക്ക് അതൊന്ന് വായിക്കാം. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 14:4-5. ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവ് ഉണക്കും, ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും, കാരണം അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു. ഇസ്രയേലിന് ഞാൻ തുഷാരബിന്ദു പോലെയായിരിക്കും, ലില്ലി പോലെ അവൻ പുഷ്പിക്കും, ഇലവ് പോലെ അവൻ വേരുറപ്പിക്കും, അവൻ്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും, അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലെബനൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. ഈ വചനഭാഗം ഹോസിയ പ്രവാചകൻ, അദ്ദേഹം ജീവിച്ചിരുന്നത് ഈശോ ജീവിക്കുന്നതിന് 746 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ വളരെ മനോഹരമാണ് ഈ വചനഭാഗം. മലയാള ഭാഷയിൽ നമ്മൊരു പ്രയോഗമുണ്ട്, ചർവിത ചർവണം ചെയ്യാമെന്ന് പറയും. എന്താ ചർവിത ചർവണമെന്ന് പറയുക? ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും നമ്മൾ വായിലിട്ട് ചവയ്ക്കുന്നതിനെയാണ് മലയാള ഭാഷയിൽ ചർവിത ചർവണം ചെയ്യാമെന്ന് പറയുക. നമ്മൾ ഈ വചനഭാഗം, പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ നമ്മൾ നിരന്തരമായിട്ട് ചർവിത ചർവണം നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അത് വിശുദ്ധ കുർബാനയുമായി നമ്മൾ ബന്ധപ്പെടുത്താനൊന്ന് ശ്രമിക്കുന്നു ഈ സമയം. ഹോസിയ പ്രവാചകൻ പറയുന്നു, ഞാൻ അവരുടെ വിശ്വസ്തതയുടെ മുറിവ് ഉണക്കും. എന്തുകൊണ്ടാണ് പ്രവാചകൻ അങ്ങനെ പറയുന്നത്? ഇതിൻ്റെ പശ്ചാത്തലമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ വർഷങ്ങളിലും മഴ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് പ്രകൃതി മുഴുവൻ വളരെ മനോഹരമാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന കാലത്ത് ചങ്ങമ്പുഴയുടെ പ്രശസ്തമായ രമണൻ എന്ന ഒരു കവിത പഠിച്ചിട്ടുണ്ട്. കേരളത്തെക്കുറിച്ച് പറയുന്നത്, പ്രത്യേകിച്ച് എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം, ഒരു കൊച്ചു കാറ്റങ്ങാൻ വന്നുപോയാൽ തുരുതുര പൂമഴയായി. പിന്നെ എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചയാണ്, മനോഹരമായ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി നമ്മുടെ നാട്ടിനെ വിളിക്കുന്നത്. പക്ഷേ ഇതായിരുന്നില്ല ഇസ്രയേലിലെ സ്ഥിതി. അവിടെ ഈ നാട്ടിലെ പോലെ തന്നെ മരുഭൂമിയായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ മഴയില്ല. അവിടെ ഒരു പച്ചപ്പ് കാണണമെങ്കിൽ അവിടെ ചെറിയ ചെറിയ മഞ്ഞിൻ്റെ പെയ്യലുണ്ടാവണം. അതാണ് ഡ്യൂ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ മഞ്ഞ് പെയ്യുന്ന സമയത്താണ് ആ പ്രദേശം മുഴുവൻ നല്ല പച്ചപ്പുണ്ടാകുന്നത്. പ്രവാചകൻ ഈ കാഴ്ച കാണുന്നയാളാണ്. അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പാഠങ്ങൾ മനസ്സിലാക്കുന്നത് പ്രകൃതി നോക്കിക്കൊണ്ടാണ്. ഈശോ നമ്മളോട് പറഞ്ഞില്ലേ, പ്രകൃതിയെ നോക്കി വേണം ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പ്രവാചകൻ നോക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ നാട് മുഴുവൻ വരണ്ടുണങ്ങിക്കിടക്കുന്നു. ഒരു വർഷം, ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോൾ ആ പ്രദേശം മുഴുവൻ ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ, വളരെ മനോഹരമായ കാഴ്ച. ഇതെങ്ങനെ സംഭവിച്ചെന്ന് പ്രവാചകൻ ചോദിക്കുന്നു. അപ്പം പ്രവാചകന് മനസ്സിലാവുന്നു, അതിന് കാരണം ഇത്രയേ ഉള്ളൂ. മീസാർ മലകളിൽ നിന്നും പുറപ്പെടുന്ന മനോഹരമായ ചെറിയ ചെറിയ അരുവികളുണ്ടായിരുന്നു. അതിലുപരിയായിട്ട് മനോഹരമായ തുഷാര ബിന്ദുക്കളെന്ന് വിളിക്കപ്പെടുന്ന ഈ ഡ്യൂ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ ഇത് ഡ്യൂ എന്നാണ് ഉപയോഗിക്കുന്നത്. ഐ വിൽ ബി എ ഡ്യൂ ടു ദി ഇസ്രായേൽ എന്നാണ് പറയുക. ആ തുഷാര ബിന്ദുവാണ് ഈ വരണ്ടുണങ്ങിയ പ്രദേശത്തെ വളരെ മനോഹരമാക്കി തീർത്തത് എന്ന് പ്രവാചകൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ പ്രവാചകൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന രംഗത്ത് നിന്ന് ഈ ഒരു ചിത്രം നമുക്കൊന്ന് കൊണ്ടുവരാം. പല മനുഷ്യരും, പ്രത്യേകിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ പല തരത്തിൽ വരണ്ടുണങ്ങിയവരാണ്. പ്രത്യേകിച്ച് ശാരീരിക മേഖലയിൽ ഭൂരിഭാഗം പേരും നിങ്ങളുടെ അടുത്ത് വരുന്നവർ പല തരത്തിൽ അവർ വരണ്ടുണങ്ങിയവരാണ്. ആ കൂട്ടത്തിൽ അവർക്ക് ആത്മീയ വരൾച്ച ഉണ്ടായിരിക്കാം, ആത്മീയമായ വളർച്ചയില്ല, സാമ്പത്തിക വരൾച്ച ഉണ്ടാവുക. അതിനെക്കുറിച്ച് നിങ്ങൾ അറിയുന്നില്ല, അതൊന്നും നിങ്ങൾക്ക് അറിയത്ത് പോലും കാണുന്നില്ല. നിങ്ങളാകെ അറിയുന്നത് ആൾ മുറിഞ്ഞ ആളാണെന്നാണ്, മുറിവേറ്റ ആളാണെന്ന് അറിയുന്നത്. അവിടെ പ്രവാചകൻ പറയുന്നു,
ഞാൻ ഇസ്രയേലിന് ഒരു തുഷാരബിന്ദു പോലെയായിരിക്കും. ഐ വിൽ ബി എ ഡ്യൂ ടു ദി ഇസ്രായേൽ. തുഷാരബിന്ദുവിൻ്റെ പ്രത്യേകത എന്താ? നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത്, കൊച്ചുകുട്ടികളായിരുന്ന കാലത്ത്, നിങ്ങളൊക്കെ കൊച്ചു പാവാടിയായിട്ട് നടന്ന കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ നല്ല ആങ്ങളമാരൊക്കെ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ആങ്ങളമാരുണ്ട്. ഈ മഴ പെയ്യുന്ന പിറ്റേ ദിവസം പുല്ലേ നോക്കിയാൽ ഒരുതരം ഈ കണ്ണുനീർത്തുള്ളി പോലെ സാധനം കാണാം. ഇത് ഞങ്ങളെയൊക്കെ പറിച്ചിട്ട് നമ്മുടെ കണ്ണിലിങ്ങനെ തൊടും. അപ്പം കണ്ണിന് നല്ല കുളിർമയുണ്ട്. ഇതാണ് തുഷാരബിന്ദു. കണ്ണുനീർത്തുള്ളി എന്ന് തന്നെ മലയാളത്തിൽ പറയും. ഇത് പതുക്കെ പറിച്ചിങ്ങനെ കണ്ണിൽ തൊടുമ്പോൾ കണ്ണിന് ഒരു നനവുണ്ട്, ഒരു സുഖമുണ്ട്. ഞാൻ ഇസ്രയേലിന് തുഷാരബിന്ദു പോലെ ആയിരിക്കുമെന്ന് ഒരു നേഴ്സ് നിരന്തരമായി ഉള്ളിൽ ചർവണം ചെയ്യുമ്പോൾ അവൾ പറയുന്നു, ഞാൻ ഈ വേദനിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും ഞാൻ കടന്നു ചെല്ലുന്നത് ഒരു തണുപ്പായിട്ടാണ്, ഒരു കുളിർമയായിട്ടാണ്. നമുക്കറിയാം, മലയാളത്തിലെ ജ്ഞാനപീഠ ജേതാവായ ONV കുറുപ്പിൻ്റെ മനോഹരമായൊരു കവിതയുണ്ട്. ഈ കവിത ഞാൻ വല്ലപ്പോഴുമൊക്കെ മനസ്സിൽ പാടാറുണ്ട്. അതിങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ: ഒരു ദിവസം കവി പനി പിടിച്ച് കിടക്കുമ്പോൾ കവിയെ ഒത്തിരി പേരുടെ അടുത്ത് കൊണ്ടുപോകുന്നു. ഒത്തിരി പേരുടെ അടുത്ത് കൊണ്ടുപോയി അവരെല്ലാം മരുന്ന് കൊടുത്തു. നല്ല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി മരുന്ന് കൊടുത്തു. കവിക്ക് പനിക്ക് യാതൊരു ശമനവുമില്ല. അങ്ങനെ ഇരിക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്, തെങ്ങിൽ നിന്ന് വീഴുന്ന മച്ചിങ്ങ എന്ന് പറയുന്ന സാധനം. ആ ഒരു സാധനം ഇങ്ങനെ നന്നായിട്ട് കല്ലിൽ അരച്ചിട്ട് അല്പം പനിനീരൊക്കെ ചേർത്തിട്ട് ഈ കവിയുടെ അമ്മ കൊണ്ടുവന്ന് കവിയുടെ നെറ്റിയിൽ പുരട്ടി കൊടുക്കുക. അപ്പം കവി എഴുതുന്നു, പനിച്ചു കിടക്കുമെൻ നെറ്റിയിൽ കരപുടം പതുക്കെ അണച്ചു നീ, ആ മൃദുസ്പർശം പാതി മയക്കത്തിലും എൻ്റെ ആത്മാവിനെ കുളിർപ്പിക്കവേ എനിക്കായി പ്രാർത്ഥിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയെ ഞാൻ മുന്നിൽ കാണുന്നു. പ്രിയ നേഴ്സേ, പ്രിയ സഹോദരി, ഇതാണ് നിങ്ങളോട് ഈശോ ആവശ്യപ്പെടുന്നത്. പനിച്ചു കിടക്കുമെൻ നെറ്റിയിൽ കരപുടം പതുക്കെ അണച്ചു നീ. എങ്ങനെ അണയ്ക്കേണ്ടത്? പതുക്കെ. നിങ്ങൾക്കറിയാവോ, മഴ ഭയങ്കരമായിട്ടാണ് പെയ്യുന്നേ. പ്രവാചകൻ ഇത് ഡ്യൂ അഥവാ തുഷാരബിന്ദു എന്ന് ഉപയോഗിക്കുന്ന ഒരു കാരണമുണ്ട്. മഞ്ഞ് പെയ്യുന്നത് വളരെ മൃദുലമായിട്ടാണ്. അത് ചുമ്മാതെ പെയ്ത് അങ്ങ് ഒഴുകിപ്പോവുകയല്ല. അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓരോ തുള്ളിയും പെയ്യുമ്പോൾ അത് പതുക്കെ മണ്ണ് നന്നായിട്ട് സ്വാംശീകരിക്കുന്നുണ്ട്. നിങ്ങളൊരു രോഗിയുടെ അടുത്തോട്ട് കടന്നു ചെല്ലുമ്പോൾ, നിങ്ങൾ ഒരാളിൽ നിന്ന് തൊടുമ്പോൾ, നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനോ ഒരു IV-യോ ഒരു ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനോ എന്തും കൊടുക്കുമ്പോൾ അവർക്ക് തോന്നണ്ടേ ഇതൊരു തുഷാരബിന്ദുവിൻ്റെ സ്പർശമാണെന്ന്? ആ തോന്നലുണ്ടാവാറുണ്ടോ? പലപ്പോഴും ചിലപ്പോൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കാരണം ഈ ഫീൽഡിൽ ഞങ്ങളൊക്കെ ആത്മീയ പിതാക്കന്മാരെന്ന നിലയിൽ പല ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസ് കടന്നു വരുമ്പോൾ നേഴ്സുമാരുടെ കയ്യിൽ നിന്ന് ലഭിച്ച് ചിലപ്പോൾ വേദനാജനമായ അനുഭവങ്ങളെക്കുറിച്ച് അവർ പറയാറുണ്ട്. ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു നല്ല ഒരു നേഴ്സ് നിരന്തരമായിട്ട് അവൻ്റെ ഉള്ളിൽ ഈ വാക്ക് ചർവണം ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ഇസ്രയേലിന് തുഷാരബിന്ദു പോലെ ആയിരിക്കും, എൻ്റെ അടുത്ത് കടന്നു വരുന്ന എല്ലാ മുറിവേൽക്കുന്നവർക്കും ഞാൻ തുഷാരബിന്ദു പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ സത്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരോട് മോശമായിട്ട് പെരുമാറാൻ സാധിക്കുമോ? അപ്പം ഇത് സംഭവിക്കണം. ഞാൻ ഇസ്രയേലിന് ഒരു തുഷാരബിന്ദു പോലെ ആയിരിക്കും. അപ്പോൾ പനിച്ചു കിടക്കുന്ന നെറ്റിയിൽ കരപുടം പതുക്കെ അണയ്ക്കുമ്പോൾ ആ മൃദുസ്പർശം പാതി മയക്കത്തിലും എൻ്റെ ആത്മാവിനെ കുളിർപ്പിക്കവേ. വാക്കുകൾ വളരെ പ്രധാനമാണ് മലയാള ഭാഷയിൽ. പാതി മയക്കത്തിലും എൻ്റെ ആത്മാവിന് കുളിർമ നൽകുന്നു. അപ്പം ഒരു ഡോക്ടർ ചെന്ന് സ്പർശിച്ചിട്ട് കവിക്ക് രോഗസൗഖ്യം കിട്ടുന്നില്ല, നല്ല നേഴ്സ് ചെന്നിട്ട് രോഗസൗഖ്യം കിട്ടുന്നില്ല. പക്ഷേ അമ്മ എന്ന ആ വാക്ക്, അമ്മ ചെന്ന് ഒന്ന് തൊട്ടാൽ മതി, കവിക്ക് ഉള്ളിലെ രോഗസൗഖ്യമായി. ഇതാണ് നിങ്ങളുടെ വിളി. ഈ വചനമാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കടന്നു വരാൻ, ഈ ഒരു തുഷാരബിന്ദുവാകാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം. അതിനാണ് നമ്മൾ ഈശോയുടെ സന്നിധിയിൽ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ സ്നേഹപൂർവ്വം പറയട്ടെ. 2 തരം ആത്മീയതയുണ്ട്. നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ ആതുരശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, നിങ്ങൾ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും വിഷമങ്ങളും അസ്വസ്ഥതകളും നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെരുമാറ്റങ്ങളും സംസാരങ്ങളും നിങ്ങൾ എത്രമാത്രം ആഗ്രഹിച്ചാലും പലപ്പോഴും പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അത് സ്വാഭാവികമാണ്. നിങ്ങൾ മനുഷ്യരാ, അല്ലാതെ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന മലാഹമാരല്ലല്ലോ. പക്ഷെ അവിടെ നമുക്ക് പരമാവധി ഒരു തുഷാരബിന്ദുവാകുവാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ദിവ്യകാരുണ്യനാഥൻ്റെ അടുത്തിരിക്കുമ്പോഴാണ്.
പക്ഷെ അവിടെ അടുത്തിരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ട്, അത് ഓർത്തിരിക്കണം. 2 തരം ഭക്തിയാണ് നമ്മളിപ്പം നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. അതിൽ നാം പറയാൻ പോകുന്ന ഒന്നാമത്തെ ഭക്തി ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. അതിന് വിളിക്കുന്ന പേര് പ്രൊപ്പീഷ്യേറ്ററി ഭക്തി, അഥവാ എക്സിബിഷനിസ്റ്റ് ഭക്തി എന്ന് ഇംഗ്ലീഷിൽ പറയും, പൈറ്റി എന്ന് പറയും. കാണിക്കാനും തൽക്കാലം ഒരു സന്തോഷം കിട്ടാനും വേണ്ടി മാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധി പോയിരിക്കുന്നതാണ് പ്രൊപ്പീഷ്യേറ്ററി ഭക്തി. കാണിക്കുക, അല്ലെങ്കിൽ അല്പനേരം ഒരു സമാധാനം കിട്ടുക, അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ അല്പനേരം ആളാകുക, ഇതൊക്കെയുള്ളൂ. രണ്ടാമതൊരു ഭക്തിയുണ്ട്. നമ്മൾ കാണുന്ന ഈ ആദ്യത്തെ ഭക്തി വലിയ അപകടമാണ്. ഇതാ പലപ്പോഴും നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ഭക്തിക്കാണ് സ്പിരിച്വൽ പൈറ്റി എന്ന് വിളിക്കും, ആത്മീയ ഭക്തി എന്ന് പറഞ്ഞാൽ ദിവ്യകാരുണ്യനാഥൻ്റെ അടുത്ത് പോയി ഇരിക്കുമ്പോൾ നമ്മൾ ഈശോയെ അവിടെ കാണുക മാത്രമല്ല ചെയ്യുന്നത്. പിന്നെയോ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ദേയൂസ് കാരിത്താസ് എസ്ത്, അഥവാ ദൈവം സ്നേഹമാകുന്നു എന്ന ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. സ്നേഹമെന്ന് പറയുന്നത് ലൈക്ക് വിബ്ജിയോറാണ്. എന്താണ് വിബ്ജിയോർ എന്ന് പറയുക? സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിസിനസ് ക്ലാസ്സിൽ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, റെഡ്, അങ്ങനെ 7 വർണ്ണങ്ങൾ നിറഞ്ഞ മഴവില്ല് പോലെയാണ് സ്നേഹം. അവിടെ കുടുംബസ്നേഹമുണ്ട്, ഭാര്യാഭർത്തൃ സ്നേഹമുണ്ട്, പ്രണയാർദ്ര സ്നേഹമുണ്ട്, ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള സ്നേഹമുണ്ട്, മാതാപിതാക്കളുള്ള സ്നേഹമുണ്ട്, അങ്ങനെ പല സ്നേഹം, രാജ്യസ്നേഹമുണ്ട്. പരിശുദ്ധ പറയുകയാണ് ഈ സ്നേഹങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈശോയുടെ സ്നേഹമാവുന്നത്. അല്ലാതെ പ്രണയാർദ്ര സ്നേഹം മോശമല്ല, ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള സ്നേഹം മോശമല്ല, പട്ടാളക്കാരൻ്റെ രാജ്യത്തുള്ള സ്നേഹം മോശമല്ല. ഈ സ്നേഹം എല്ലാം കൂടി ഒരുമിച്ച് ചേരുമ്പം ഒരു വട്ടം പോലെ ആയിത്തീരുക. അവിടെ ഞങ്ങൾക്കറിയാം, അത് ഒരുമിച്ച് കറങ്ങുമ്പോഴോ വെള്ള കളറാണ് കിട്ടുന്നത്. 7 വർണ്ണങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ഒന്ന് കറക്കി നോക്കിക്കേ, ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അറിയാം വെള്ള കളറ്. ഈ സ്നേഹത്തിൽ ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കേണ്ട സ്നേഹം ഇതാണ്, ഈശോയുടെ സൗഖ്യം നൽകുന്ന സ്നേഹം, ഹീലിംഗ് ടച്ച് എന്ന് പറയും. അതിന് അഗാപ്പെ സ്നേഹമെന്നും പറയാം, പക്ഷേ അഗാപ്പെ സ്നേഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഹീലിംഗ് ടച്ച് എന്ന് പറയുക. ആ സ്നേഹം ലഭിക്കാൻ വേണ്ടി ഈശോയുടെ സന്നിധി നിങ്ങൾ ഇരുന്ന് തീവ്രമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അസ്വസ്ഥതകളിലും ആകുലതകളിലും നിങ്ങൾ വളരെ സ്നേഹത്തിൻ്റെ ഒരു പുഞ്ചിരിയോടുകൂടെ നിങ്ങൾക്കൊരു ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മക്കളുടെ പ്രശ്നങ്ങളുണ്ട്, ഭർത്താവിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളായ അന്യനാട്ടിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി ക്ലാസ് എടുക്കുമ്പോഴോ അവർക്ക് കൗൺസിലിംഗ് നടത്തുമ്പോഴോ അവരുടെ ആത്മീയോപദേശം കൊടുക്കുമ്പോഴോ നിങ്ങളുടെ വ്യക്തിപരമായ വേദനകൾ ഞങ്ങൾ അറിയുന്നുണ്ട്. മറ്റാരേക്കായാലും ഒരുപക്ഷെ ഒരു വൈദികനായിരിക്കും അറിയാൻ പറ്റുന്നത്. നിങ്ങളെ അറുത്ത് മുറിച്ച് ഇഞ്ചിഞ്ചായിട്ട് നിങ്ങളുടെ മാനസിക വിഷമം ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾക്കുള്ളിലും നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി ആകാൻ സാധിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈശോയുടെ അടുത്ത് വന്ന്, ദിവ്യകാരുണ്യനാഥൻ്റെ അടുത്ത് വന്ന് വെറുതെ പ്രാർത്ഥിക്കുമ്പോഴല്ല, ഷോ കാണിക്കാനോ അല്ലെങ്കിൽ എക്സിബിഷനിസ്റ്റ് ആയിട്ടോ ഒന്നും പ്രാർത്ഥിക്കുമ്പോഴല്ല, നല്ല സ്പിരിച്വൽ പൈറ്റി. ആ പൈറ്റി നമുക്ക് ലഭിക്കണമെങ്കിൽ ഈശോയെ നോക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു വലിയ മഴവില്ല് കാണും. ആ മഴവില്ലിൽ നിങ്ങൾ വീട്ടിൽ കുടുംബസ്നേഹം, നിങ്ങളുടെ ഭർത്താവിനോട് പ്രണയാർദ്ര സ്നേഹം, നിങ്ങളുടെ കുട്ടിയോട് നിങ്ങൾക്ക് തോന്നുന്നത് ഒരുതരം ഫീലിയൽ സ്നേഹം, ഒരു മാതാവിന് തോന്നുന്ന സ്നേഹം, ഒരു പിതാവിന് തോന്നുന്ന സ്നേഹം. പക്ഷേ ഒരു രോഗിയോട് തോന്നേണ്ടതോ ഹീലിംഗ് ലവ് എന്ന് പറയും, സൗഖ്യം നൽകുന്ന സ്നേഹം. ആ സ്നേഹം കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അഗാപ്പെ എന്ന സ്നേഹത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ബാക്കി എല്ലാ സ്നേഹങ്ങളും, ഒരു പ്രണയത്തിൻ്റെ സ്നേഹം ആരംഭിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. മകനോട് മകളോട് തോന്നുന്ന സ്നേഹം ആരംഭിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ഇത് നമ്മൾ ആരും പറഞ്ഞാറുണ്ടാ. പക്ഷേ അഗാപ്പെ സ്നേഹം ആരംഭിക്കുന്നത് ഇവിടുന്ന് ആരംഭിക്കും, ബുദ്ധിയിൽ നിന്ന്. അത് ഈശോയോട് പ്രാർത്ഥിക്കാം, ദിവ്യകാരുണ്യനാഥൻ്റെ അടുത്ത്. അത് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളാണ് ഞാൻ, പല പ്രശ്നങ്ങൾ. പക്ഷേ ഞാൻ ചിന്തിക്കുന്നു, എന്തിനു വേണ്ടിയാണ് എൻ്റെ വിളി? ശരിക്കും തുഷാരബിന്ദുവാകാൻ വേണ്ടിയാണ്. തുഷാരബിന്ദുവാകുക എളുപ്പമുള്ള കാര്യമല്ല. എനിക്ക് അസ്വസ്ഥത തോന്നും, എങ്കിൽ പോലും നിൻ്റെ സന്നിധി ഇരിക്കുമ്പോൾ ഞാൻ നിരന്തരമായി ചർവണം ചെയ്യുന്നു, ഞാൻ ഇസ്രയേലിന് ഒരു തുഷാരബിന്ദുവാകും. എൻ്റെ അടുത്ത് വരുന്ന വ്യക്തി, സ്നേഹമെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ലവ് മീൻസ് ടു ബി വിത്ത് സംബഡി ഫോർ ദി അതർ. ഒരാൾക്ക് വേണ്ടി ജീവിക്കുക, അയാളുടെ സൗന്ദര്യമോ കളറോ മറ്റൊന്നും നോക്കാതെ അയാൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക, ഇതാണല്ലോ സ്നേഹം. അപ്പോൾ തീർച്ചയായും ഇന്ന് ഈ വിചിന്തന വേളയിൽ പ്രിയ നഴ്സുമാരായ നിങ്ങളെല്ലാവരോടും സ്നേഹപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഈ 14-ാം അധ്യായം, ഈ 4ഉം 5ഉം നിങ്ങൾ വായിക്കണം. അത് നിങ്ങളുടെ മനസ്സിൽ ഒരു എക്കോ പോലെ ചർവണമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കണം. എന്നിട്ട് പറയണം, ഈശോയെ, ഞാൻ മറ്റുള്ളവർക്ക് ഒരു തുഷാരബിന്ദു പോലെ ആയിരിക്കും. വരണ്ടുണങ്ങിയ ഭൂമിയിൽ
ഉലകന്തറ സാർ പറയുന്നുണ്ട്, പ്രൊഫസർ മാത്യു ഉലകന്തറ സാർ പറയുന്നൊരു കവിതയുടെ ശകലത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കാം. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. 2 കവിത മറന്നു പോകരുത്. ഒന്ന് ONVയുടെ പനിച്ചു കിടക്കുമെൻ നെറ്റിയിൽ കരപുടം പതുക്കെ അണച്ചു നീ. 2 മഴ കണ്ടിട്ട് കവി പറയുകയാണ്, ഏപ്രിൽ മാസത്തിന് ശേഷം വരണ്ട ഭൂമിയിൽ അലിവെഴുംവാനിൻ വരപ്രസാദമായി വരുന്നിതാ മഴ. വരണ്ട ഭൂമിയിൽ അലിവെഴും വാനിൻ വരപ്രസാദമായി വരുന്നിതാ മഴ. ഞാൻ ഒരു വരപ്രസാദമായി വരണ്ട ഭൂമിയിലേക്ക് ഈ രോഗികളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു വരപ്രസാദമായൊരു മഴയാകാൻ എനിക്കും സാധിക്കുന്നു. അതിന് ഈശോ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടി എല്ലാം ഉണ്ടാകുമാറാവട്ടെ. ലോകമുള്ള എല്ലാ നേഴ്സുമാർക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവ്യബലിയിൽ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനിലൂടെ നമുക്ക് ഈശോ നൽകിയ സന്ദേശത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഇനി നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കാം. മാറി മാറി വരുന്ന ഷിഫ്റ്റ് ഡ്യൂട്ടിക്കിടയിൽപ്പെട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ആത്മീയ കാര്യങ്ങളിൽ എത്രത്തോളം ശ്രദ്ധ ചെലുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്? നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസവും സുഖസൗകര്യങ്ങളും എല്ലാം നൽകുവാൻ വേണ്ടി നാം രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നു. എന്നാൽ അതിനിടയിൽ അവർക്ക് ഏറ്റവും പ്രധാനമായി നൽകേണ്ട വിശ്വാസ പരിശീലനവും പ്രാർത്ഥനാ ജീവിതവും നാം അവർക്ക് കൊടുക്കുവാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ കുടുംബം പ്രാർത്ഥനയിൽ വളരട്ടെ. വേദപാഠ ക്ലാസ്സുകൾ മുടക്കി ട്യൂഷനോ മറ്റു പരിപാടികൾക്കോ പോകുന്ന ശീലമുണ്ടെങ്കിൽ ഇന്നു മുതൽ വേദപാഠ ക്ലാസ്സുകൾ മുടക്കുകയില്ല എന്നൊരു തീരുമാനം നമുക്കെടുക്കാം. നമ്മുടെ കുടുംബം യേശുവിൽ വളരട്ടെ. നമ്മുടെ മക്കൾ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് വിശ്വാസത്താൽ അടിയുറക്കട്ടെ. ദൈവവിളികൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടാകട്ടെ. അതിനായി ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.